പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസിലെ പോര് തുടരുന്നു. വി.ടി. ബൽറാമിനെ വിമർശിച്ച മുതിർന്ന നേതാവ് സി.വി. ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം പങ്കുവച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ സൈബർ ആക്രമണം. അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ എം.പിക്ക് നേരെയാണ് സൈബർ ആക്രമണം. കപ്പൂരിൽ നടന്ന പ്രാദേശിക കൺവെൻഷനിൽ സി.വി. ബാലചന്ദ്രൻ വി.ടി. ബൽറാമിനെ വിമർശിച്ചിരുന്നു. സംഭവത്തിൽ പോലീസിനും SC/ST കമ്മീഷനും യൂത്ത് കോൺഗ്രസ് ഭാരവാഹി പരാതി നൽകി. ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് പട്ടാമ്പി കോടതിക്ക് മുൻവശം ഒരു അഭിഭാഷക ഓഫീസ് തുടങ്ങിയിരുന്നു. ആ അഭിഭാഷക ഓഫീസ് തുടങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട CV ബാലേന്ദ്രൻ മാസ്റ്റർ KPCC നിർവാഹക സമിതി അംഗം എൻ്റെ ഓഫീസിൽ സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശിച്ച ഫോട്ടോ ഞാൻ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുണ്ടായി. ആ ഫോട്ടോക്ക് താഴെ നിസാർ കുമ്പിള എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന വാക്കുകൾ, എനിക്കത് പറയാൻ പോലും മടിയാണ്, അങ്ങനത്തെ ഒരു വാക്കുകൾ ഫേസ്ബുക്കിൽ കമന്റ് ആയിട്ട് എന്റെ പോസ്റ്റിന് നേരെ വരികയുണ്ടായി. ആലത്തൂർ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പറയൂ. പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസിനകത്തെ പോര് തുടരുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവും അതുപോലെ തന്നെ KPCC ചുമതല വഹിക്കുന്ന നേതാവ് കൂടെയായ CV ബാലചന്ദ്രൻ ഈ തൃത്താലയിലെ മുൻ MLA ആയ VT ബലറാമിനെതിരെ വിമർശനവുമായിട്ട് രംഗത്തെത്തിയത്. ഈ ബലറാം വലിയ അഹങ്കാരിയാണെന്നും അഹങ്കാരമാണ് തൃത്താല സീറ്റ് നഷ്ടമാവുന്നതിന് കാരണമെന്നൊക്കെയായിരുന്നു അദ്ദേഹം വിമർശിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ നേതാവിന്റെ CV ബാലചന്ദ്രന് ഒപ്പമുള്ള ചിത്രം ഒരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ നവമാധ്യമങ്ങളിൽ പങ്കുവച്ചതോടുകൂടെ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ സൈബർ ഇടങ്ങളിൽ അസഭ്യ വർഷം ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ എം.പിക്ക് നേരെയാണ് സൈബർ ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ പോലീസിനും SC/ST കമ്മീഷനും ഉൾപ്പെടെ ഈ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെയായിരുന്നു തൃത്താലയിൽ മുൻ MLA VT ബലറാമിനെ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് CV ബാലചന്ദ്രൻ രംഗത്തെത്തിയിരുന്നത്. ഈ ബലറാമിനും അഹങ്കാരവും ധാർഷ്ട്യവുമാണെന്നും തൃത്താലയിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം ഈ ബലറാമിന്റെ ഇത്തരമൊരു നീക്കമാണ് അല്ലെങ്കിൽ നടപടികളാണെന്നെങ്കിലും പ്രവർത്തകരോട് പോലും ഫോൺ വിളിച്ചാൽ എടുക്കാത്തത് ഉൾപ്പെടെയുള്ള ബലറാമിന്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റത്തിലെ ദൃശ്യങ്ങളാണ് അവിടെ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നൊക്കെയായിരുന്നു രൂക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതേ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പരസ്പരം ഈ പ്രവർത്തകരും നേതാക്കളും തമ്മിൽ തുടരുന്നത്. അതെ, ശരി അരുൺ. പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസ് പോര് തുടരുക തന്നെയാണ്. അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.